ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ പാർട്ട് 2 ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഡിമെയ്ഡ് ടോപ്പിൽ നിന്ന് എങ്ങനെ മെഷർമെന്റ് എടുക്കാമെന്നും പിന്നെ അതിന്റെ കാൽക്കുലേഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾ ടോപ്പിൽ നിന്ന് മെഷർമെന്റ് എടുത്താൽ അതുപോലെ തന്നെ നമുക്ക് തുണിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയില്ല. അതിന് കുറച്ച് കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അത് നമ്മൾ കറക്റ്റായി ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. പാർട്ട് 1ന്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാട്ടെ, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ അത് എങ്ങനെ നമുക്ക് തുണിയിൽ പ്രസന്റ് ചെയ്യാമെന്നും പിന്നെ അതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇതൊരു ഫ്രണ്ട് സ്ലിറ്റ് വരുന്ന ഒരു എ-ലൈൻ ടോപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അജ്രക്കിന്റെ ഒരു 3 മീറ്റർ വരുന്ന ഒരു നൈറ്റ് ബിറ്റാണ്. ഇതിന്റെ വീതി വരുന്നത് 34 ഇഞ്ചാണ്. തുണിയെ നമ്മൾ 4 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. ആദ്യം വീതിക്കും പിന്നെ നീളത്തിലും മടക്കിയിടുക. മടക്കുവശം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്താവണം. അതുപോലെ തന്നെ മേൽഭാഗത്തും മടക്കുവശം വരണം. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം ഓപ്പൺ സൈഡ് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്ലീവാണ്. സ്ലീവിനുള്ള തുണിയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൈയുടെ വണ്ണം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ ടോപ്പിന്റെ ലെങ്ത്തും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മളെ തുണി തികയുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ കൈവണ്ണം നമുക്ക് ഇതുപോലെ മെഷർ ചെയ്തെടുക്കാം. ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മൾ ആ ജോയിന്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ നമുക്ക് ചുറ്റിയെടുത്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19 ഇഞ്ചാണ്, അതായത് 9. അപ്പൊ അതിന്റെ പകുതിയാണ് നമ്മൾ കാണേണ്ടത് 9.5. അപ്പൊ നമ്മുടെ കൈവണ്ണം വരുന്നത് 9.5 അപ്പൊ നമുക്ക് 9.5 മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പിന്റെ ലെങ്ത് നോക്കാം. എനിക്ക് വേണ്ടത് തയ്യൽ തുമ്പടക്കം 46 ഇഞ്ചാണ്. അത് കിട്ടുന്നുണ്ടോ നോക്കാം. ഇവിടെ എനിക്ക് 47 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്കത് എടുക്കാം. സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിന്റെ ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്, ചെറിയൊരു വ്യത്യാസം വരുത്താനുണ്ട്. എന്നാൽ ബാക്ക് പാർട്ട് നോർമൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് പാർട്ടിന്റെ തുണിയെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് അളവുകൾ കൊടുക്കാം. ഇതിന്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നതിനായി നമുക്ക് 1 ഇഞ്ച് തുണി വിടേണ്ടതായിട്ട് വരും. അതായത് മുകളിൽ നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ 1 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 1 ഇഞ്ച് തുണിയെ, നമ്മൾ ലൈനിട്ട ആ 1 ഇഞ്ച് തുണിയെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ പേൾപ്പിന് വെച്ച് നമുക്ക് കുത്തി കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാം. എൻ്റെ ലെങ്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത് 44.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീമും കൂടി കൂട്ടിയിട്ട് 46 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഇവിടെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ 47 ഇഞ്ച് തുണി കിട്ടിയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. ഇനി അഥവാ വേണ്ടാന്നുണ്ടെങ്കിൽ ആ 1 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഷോൾഡർ കിട്ടിയിരിക്കുന്നത് 13 അപ്പൊ അതിന്റെ പകുതി 6.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. എന്നാൽ ബാക്ക് നെക്ക് എന്റെ 4.5 വരുന്നത്. അതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് 6 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ആം ഹോൾ വരുന്നത് 6.5 ഇഞ്ചാണ്. എന്നാൽ അതിലൊരു മാറ്റം വരുത്താൻ പാടില്ല. ആം ഹോൾ എത്രയാണ് കിട്ടിയിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 6.5. ഇനി ഈ പോയിന്റിലാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത്.
ചെസ്റ്റ് റൗണ്ട് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പം നമ്മൾ 40ന്റെ 1/4 ഭാഗം കാണണം. അപ്പം നമുക്ക് കിട്ടുക 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ച് കൊടുക്കാം. അത് കൂടാതെ ഒരു 1/2 ഇഞ്ച് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതൊരു ലൂസിന് വേണ്ടിയിട്ടാണ്. ചില മെറ്റീരിയൽ ഒരു വാഷിനൊന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് കൊടുത്തത്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കണം. അതിനായിട്ട് ആം ഹോളിന്റെ പകുതിയിൽ ഒരു മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴത്തെ ഈ കോർണറിൽ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കർവിനെ ചെസ്റ്റ് സൈസിലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഷേപ്പ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡറിൽ നിന്നും 13.5 എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 1/2 ഇഞ്ച് സീമും കൂടി കൂട്ടിയിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്തെ റൗണ്ട് മാർക്ക് ചെയ്യാം. ആ ഭാഗത്തെ വണ്ണം അപ്പൊ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 38 ആണ്. അപ്പൊ അതിന്റെ 1/4 ഭാഗം കാണണം 9.5. അതിന്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ലൂസിനും 1.5 ഇഞ്ച് സീമും കൂടി ആഡ് ചെയ്യുക. ഹിപ്പ് ലെങ്ത് 21, 1/2 ഇഞ്ച് സീം, അങ്ങനെ 21.5. ഇനി ആ ഭാഗത്തെ റൗണ്ട് കാണേണ്ടത് 42 ആണ്. അപ്പൊ അതിന്റെ 1/4 ഭാഗം 10.5. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്യുക, 1 ഇഞ്ച് സീമും ആഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കാം. ഒന്ന് നമ്മുടെ കട്ടിംഗ് ലൈനും രണ്ടാമത്തേത് വരുന്നത് സ്റ്റിച്ചിങ് ലൈനുമാണ്. ഇനി ഹിപ്പിന്റെ അവിടുന്ന് താഴ്ഭാഗത്തേക്ക് ഇതുപോലെ നമുക്ക് മാക്സിമം വിടുത്ത് കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ താഴെ നിന്നും ഒരു 2.5 ഇഞ്ചോ 3 ഇഞ്ചോ നമുക്ക് ഒരു മാർക്കിംഗ് കൊടുക്കണം. ആ ഭാഗത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതല്ലെങ്കിൽ ആ സൈഡ് ഒന്ന് തൂങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റ് മാർക്ക് ചെയ്യാം. ഞാൻ താഴെ നിന്നും 10 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. സ്ലിറ്റിന്റെ ലെങ്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ മടക്കി വെച്ച ഭാഗം ഉണ്ടല്ലോ, അതൊന്നും ചെയ്യണ്ട, അതുപോലെ തന്നെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൈവണ്ണം കാണാനായിട്ടുള്ള 3 മെത്തേഡുകളും ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. മേലെ ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കിക്കോളൂ. നമുക്ക് ആം ഹോൾ കിട്ടിയിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക, അപ്പോൾ 9.5. ആ 9.5 നമ്മളെ സ്ലീവിന്റെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത്. സ്ലീവിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 17 ഇഞ്ചാണ്. എനിക്ക് വേണ്ടത് 15 ഇഞ്ച് ലെങ്ത് ആണ്, കൂടെ 1.5 ഇഞ്ച് സീമും, അപ്പോൾ 16.5. അപ്പോൾ നമുക്ക് 17 എടുക്കാം. 2 സ്ലീവും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ സൈഡാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത്. മടക്ക് വശമാണ് ഓപ്പോസിറ്റ് സൈഡ്. ആ സൈഡിലാണ് ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മേൽഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് നമ്മുടെ സ്ലീവിന്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത്. ഇനി ആ കോർണറിൽ നിന്ന് ഈ 3.5ലേക്ക് നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ 9 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ലൈൻ വരുന്നത് 10 ഇഞ്ചാണ്. ഇനി ഈ ലൈനിന്റെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി മേൽഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റിലൂടെയാണ് നമ്മൾ ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചിലാണ് നമ്മൾ മാർക്കിംഗ് കൊടുക്കേണ്ടത്. എന്നാൽ താഴ്ഭാഗത്ത് ഒരു 1/4 ഇഞ്ചിലാണ് ഇതുപോലെ തന്നെ ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവിന്റെ താഴ്ഭാഗത്ത് റൗണ്ടാണ്, അത് 5.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കൂടെ 1 ഇഞ്ച് സീമും കൂടി കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് ഒന്നും കൂടി പെർഫെക്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈമുട്ടിന്റെ ആ ഭാഗത്തെ റൗണ്ടും കൂടി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് സെന്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ 2 സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിരുന്നില്ലേ, അതിനെ ഇതുപോലെ നിവർത്തിയിടുക. പിന്നെല്ലാം ഊരി മാറ്റി നിവർത്തിയിടുക. എന്നിട്ട് ഈ ഭാഗത്ത്, ഈ മടക്ക് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് മേൽഭാഗം തുടങ്ങി താഴെ വരെ കട്ട് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിലൂടെ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴ്ഭാഗത്ത് ഒരു 10 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തിട്ടില്ലേ, അവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഭാഗം വരെ, ഈ 10 ഇഞ്ച് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇത് തുണിയുടെ ഉൾഭാഗമാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത 1 ഇഞ്ചിലെ അതാണ് ഈ 2 സൈഡിലായിട്ടും കാണുന്നത്. ഇനി നമുക്ക് ഈ 1 ഇഞ്ചിനെ നമുക്ക് ഒന്ന് മടക്കി ഉള്ളിലേക്ക് ആക്കി വെച്ചു കൊടുക്കണം. 2 സൈഡിലും ഇതുപോലെ മടക്കി വെച്ചു കൊടുക്കുക. ഇനി ഈ അരികിലൂടെ നമുക്ക് മേൽഭാഗത്തുനിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ, അതായത് സ്ലിറ്റിന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. 2 ഭാഗത്തും അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തുണിയുടെ നല്ല ഭാഗത്ത് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്ക് സ്ലിറ്റ് നോക്കാം. 2 സൈഡിലും ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പേൾ പിന്ന് കുത്തി കൊടുക്കാം.
നമ്മൾ ചുരിദാറിന്റെ ഒക്കെ സ്ലിറ്റ് അടിക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ചെയ്തു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മളിവിടെ ക്ലോസ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതിന് ഒരു 1/2 ഇഞ്ചും കൂടി മേലേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗത്തേക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ ആ സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ കൊണ്ടുവരാം. അതിനുശേഷം ഈ അരികിലൂടെയും നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താലാണ് നമ്മളെ സ്ലിറ്റിന് നല്ല പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ. നെക്കിന്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചും ലെങ്ത് വരുന്നത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് 4.5 ഇഞ്ചും ബാക്ക് നെക്ക് 4 ഇഞ്ചുമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് നെക്കിന് നമ്മൾ ക്യാൻവാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക് നെക്കിന് വേണ്ടി നമ്മൾ ഫേസിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് നമുക്ക് നല്ല ഭാഗത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ക്യാൻവാസിന്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നെക്കിനെ ഉള്ളിലേക്ക് മടക്കി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചും ഇട്ട് കൊടുക്കാം. ബാക്ക് നെക്ക് ഇതുപോലെ ഫേസിങ് വെച്ചിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഉള്ളിലേക്ക് ഇപ്പം മടക്കണ്ട, ഷോൾഡർ ജോയിനിന് ശേഷം ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്ക് പീസിനെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബാക്ക് പീസ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക. ശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ലീവിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ലെങ്തി ആകും, അതുകൊണ്ടാണ് ഇതിൽ പറയാത്തത്. ഞാൻ ലിങ്ക് കൊടുക്കാം. ശേഷം നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചും കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിന്റെ ആ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് അടിഭാഗം വരെ ടോപ്പിന്റെ എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് താഴ്ഭാഗത്തും ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇതുപോലെ നമ്മളെ സ്ലിറ്റിന്റെ ഭാഗം വരെ നമുക്ക് ഷോ ബട്ടൺ വെച്ച് കൊടുക്കാം.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.